ആദ്യം പാചക ലോകമാണ്. കോഴിക്കറികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് വിഷയം. ആദ്യമായി ചിക്കൻ മസാല. കോഴിയെ നന്നായി കഴുകി വൃത്തിയാക്കുക. ആവശ്യത്തിനുള്ള മുളക്, മല്ലി, കുരുമുളക്, കറി മസാല. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല. ഇനി വൃത്തിയായ പാത്രത്തിൽ സാലഡുകളോടൊപ്പം വിളമ്പിയാൽ മാത്രം മതി. ഇന്നത്തെ പാചകലോകം ഇതോടെ അവസാനിക്കുന്നു. അങ്ങനെ ചിക്കൻ ബിരിയാണി ഇലക്ട്രിക് റൈസ് കുക്കറിൽ തയ്യാറായി കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യം, അരിയുടെ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കുന്നത് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബസ്മതി റൈസ് ഞാൻ ഉപയോഗിക്കുമ്പോൾ 2 ഗ്ലാസ് അരി ഉപയോഗിക്കുമ്പോൾ 3.25 ഗ്ലാസ് വെള്ളം വെച്ച് ഞാൻ ഉണ്ടാക്കുമ്പോൾ അതിൽ മതി. പക്ഷേ ഇതിപ്പോൾ ചിക്കനും കൂടെ ചേർത്ത് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ആ വെള്ളം പോരാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 ഗ്ലാസ് ബസ്മതി ലോങ് ഗ്രെയിൻ ബസ്മതി റൈസും ചിക്കൻ പീസസും കൂടെ വന്നപ്പം ഞാൻ 3.25 ഗ്ലാസ് വെള്ളവും തേങ്ങാപ്പാൽപ്പൊടിയും ചേർത്താണ് കലക്കി ഒഴിച്ചത്. പക്ഷേ പോരാ, 4 ഗ്ലാസും കുറച്ചുകൂടെ ഒഴിച്ചാലേ കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ, അരിയും ചിക്കനും കൂടെ ഒരുമിച്ച്. അപ്പോൾ ഒരു 4 ഗ്ലാസ് 4.25 ഗ്ലാസ് എങ്കിലും വെള്ളം തേങ്ങാപ്പാൽപ്പൊടിയും കൂടെ കലക്കി ഒഴിച്ചിട്ട് വച്ചാലേ വെന്ത് കിട്ടുകയുള്ളൂ. കാരണം ഇവിടെ കിട്ടുന്ന അരിയിൽ വലിയ ബുദ്ധിമുട്ട്, വേവാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സാധാരണ കേരളത്തിൽ കിട്ടുന്ന ബസ്മതി റൈസിൽ ആ അനുഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ചിക്കൻ ബിരിയാണി തയ്യാറായി കഴിഞ്ഞു ഇലക്ട്രിക് റൈസ് കുക്കറിൽ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഓട്ടോമാറ്റിക് വാം മോഡിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ രുചികരമായ ചിക്കൻ ബിരിയാണി എളുപ്പത്തിൽ ഇലക്ട്രിക് റൈസ് കുക്കറിൽ തയ്യാറായി കഴിഞ്ഞു. 20-25 മിനിറ്റ് കൊണ്ട് തയ്യാറായി കഴിഞ്ഞു. പക്ഷേ ഈ വെള്ളത്തിന്റെ അളവ് അരി കുതിർത്ത് വെക്കാറുണ്ട്, ഞാൻ കുതിർത്ത് വെച്ചിട്ടില്ലായിരുന്നു. കുറച്ച് ചില അരിയുടെ ക്വാളിറ്റി അനുസരിച്ച് കുതിർത്ത് വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവും കുറയ്ക്കാൻ പറ്റും. എന്തായാലും നമ്മുടെ ചിക്കൻ ബിരിയാണി പൂർത്തിയായി. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? ഇതിപ്പോ എന്താ ചേട്ടാ, എന്റെ തിരിച്ചറിയൽ കാർഡിലേക്കാളും കുറച്ചുകൂടെ തെളിച്ചോ. ഞാൻ വെട്ടി കഴിഞ്ഞു. നമുക്ക് ഇങ്ങനെ വെട്ടിയ പകുതി ഉണ്ടാവുമല്ലോ, അത് ഇങ്ങനെ തുറന്നു നോക്കുക. ചിലരുടെ റെഡിയാവും, ചിലരുടെ റെഡിയാവില്ല. എൻ്റെ റെഡിയായില്ല. എൻ്റെ ഇങ്ങനെ 2 ഷേപ്പായിട്ട് ആയി ഒന്നിന്. അപ്പോൾ എൻ്റെ റെഡിയായില്ല.